ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും വ്യത്യസ്തമായ കാര്യങ്ങൾ, ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതു നിരീക്ഷണം, ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് പൊതുഫലമായിട്ട് വേണം കാണാൻ. കാരണം ഈ കൂറുകാരുടെയോ അല്ലെങ്കിൽ ഈ ലഗ്നത്തിൽ പെടുന്ന ആളുകളുടെയോ ജാതകത്തിലെ ഗ്രഹസ്ഥിതി പ്രധാന ഘടകമാണ്. അതുപോലെ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശയും അപകാരവും ഛിദ്രവും ഒക്കെ ഏതാണെന്നൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ അവയുടെ ഇഷ്ടസ്ഥിതിയും അനിഷ്ടസ്ഥിതിയും വരുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിൽ ഒരേ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ധനുക്കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാധിപനും ലഗ്നരാശിയാധിപനും ഗുരുവാണ്. ആ ഗുരു നിൽക്കുന്നത് 6-ലാണ്. അത് രോഗസ്ഥാനമാണ്. രോഗസ്ഥാനത്താണ് നിൽക്കുന്നത്, ഇഷ്ടസ്ഥാനമല്ല. അതുപോലെ ജന്മരാശിയിൽ അതുപോലെ തന്നെ 2-ലുമൊക്കെ തന്നെ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. പൊതുവെ ശരീരക്ഷീണം, ഇമ്മ്യൂണിറ്റി കുറവ്, അതായത് രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയമാണ്. അതുപോലെ ചിലർക്ക് ഈ 6-ലാണ് കുജൻ ഈ ഗുരുവിൻ്റെ സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം. മാത്രമല്ല 2-ലൊക്കെ ആ കുജൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ആഹാരത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഈ കൊഴുപ്പുള്ള ആഹാരങ്ങൾ, ഫാറ്റി ഫുഡ്, അത് ഒഴിവാക്കണം. അതുപോലെ ഈ ഒബീസിറ്റി, കൊളസ്ട്രോള്, ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉള്ളവർ ഒക്കെ തന്നെ ഈ സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ 4-ൽ രാഹു, ആ രാഹു ഉള്ള സമയമായതുകൊണ്ട് മാനസികമായിട്ട് ഒരു ടെൻഷൻ ഇവർക്ക് ഉണ്ടാകും. പൊതുവെ ഒരു സുഖക്കുറവ് ഈ കൂറുകാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിവതും കുടുംബത്തിലൊക്കെ ഈ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു റിയാക്ഷനൊക്കെ വരുമ്പോൾ അത് കുടുംബത്തിലും ഒരു സുഖക്കുറവുണ്ടാക്കും. അതുപോലെ തന്നെ ഈ 4-ാം ഭാവരാശിയിൽ രാഹു നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഡ്രൈവിങ്ങിലൊക്കെ ഒരു ജാഗ്രത വേണം. അതുപോലെ 16 മുതൽ രവി ഈ സൂര്യൻ കേതുവുമായിട്ട് യോഗം ചെയ്ത് 10-ൽ വരുന്നുണ്ട്. 4-ലാണെങ്കിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട്. 4-ാം ഭാവാധിപൻ ഗുരുവാണെങ്കിൽ ഈ 6-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ പാരൻസിൻ്റെയൊക്കെ ആരോഗ്യത്തിലും ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് ഈ ധനുക്കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധനാണ്. ആ ബുധനാണെങ്കിൽ 4 മുതൽ 22 വരെ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 9-ൽ ആ സൂര്യനും ബുധനും യോഗം ചെയ്യുന്ന സമയമാണ്. നല്ല സ്ഥാനത്താണ് ആ സൂര്യനും ബുധനും നിൽക്കുന്നത്. അപ്പോൾ ധർമ്മ കർമ്മ ബന്ധം, ധർമ്മഭാവാധിപതിയും അതുപോലെ തന്നെ കർമ്മഭാവാധിപതിയും യോഗം ചെയ്തൊരു ധർമ്മ കർമ്മ ബന്ധം ആ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസം, അത് 15 വരെ ആ സൂര്യൻ 9-ലുണ്ട്. അത് കഴിഞ്ഞ് ആ സൂര്യൻ 10-ലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യത്തെ 2 വാരമൊക്കെ വളരെ നല്ല സമയം ആയിരിക്കും. ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ്. അതുപോലെ രവിയും ബുധനും ഒക്കെ
അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് അതേസമയം ഈ കർമ്മസ്ഥാനത്ത് ശുക്രനുണ്ട്. ആ ശുക്രൻ നീചസ്ഥിതിയിലാണ്. അവിടെ കേതുവുമായിട്ടുള്ള യോഗവും ആ ശുക്രനുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 വാരം, അതുപോലെ അവസാനത്തെ 2 വാരം 16 മുതൽ സൂര്യനും കേതുവുമായിട്ടുള്ളൊരു യോഗവും കൂടെ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അത് വർക്ക് പ്രഷർ ഉണ്ടാക്കും, അല്ലെങ്കിൽ വർക്കിലൊരു സുഖക്കുറവുണ്ടാക്കും. മറ്റ് പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതിനനുസരിച്ച് വർക്ക് പ്രഷർ ഉണ്ടാകും. അപ്പോൾ തൊഴിലൊരു സുഖക്കുറവിനൊക്കെ അത് ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. എങ്കിലും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ഉദ്യമം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതേസമയം തൊഴിലിൽ ഈ 6-ലൊക്കെ ഗുരു, ആ 6 നിൽക്കുന്ന ഗുരു കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ കർമ്മസ്ഥാനത്തെ ദൃഷ്ടിയും സഹായകമാണ്. അപ്പോൾ അതുപോലെ തൊഴിലന്വേഷകർക്കൊക്കെ അനുകൂല സമയമാണ്. രവിയും ബുധനും ഒക്കെ ആ ഭാഗ്യസ്ഥാനത്ത് വരുന്നതും കർമ്മസ്ഥാനത്തേക്കൊക്കെ മാറുന്നതുമൊക്കെ തൊഴിലവസരങ്ങളുണ്ടാകും. അപ്പോൾ ആ അവസരങ്ങളെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ആ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ അധ്യാപന മേഖല, മാനേജ്മെൻറ്റ് മേഖല, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ അത്തരം തൊഴിലുകൾ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയം എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ ഭാഗ്യസ്ഥാനത്താണ്. അതുപോലെ ഭാഗ്യഭാവാധിപൻ സൂര്യനാണ്. ആ സൂര്യനും 15 വരെ ഭാഗ്യസ്ഥാനത്താണ്. ബുധ ആദിത്യ യോഗം 9-ലുണ്ട്. അപ്പം ബിസിനസ്സുകാർക്ക് പുരോഗതിയുടെ സമയമാണ്, സാമ്പത്തിക നേട്ടങ്ങളുടെ സമയമാണ്, ഭാഗ്യനേട്ടങ്ങളുടെ സമയമാണ്. അതേസമയം 18 മുതൽ ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് 11-ലേക്ക് ബലവാനായിട്ട് വരുന്നുണ്ട്. അപ്പം ബിസിനസ്സിൽ ദൈനംദിന വരുമാനം കൂടും, ലാഭവർധന ഉണ്ടാകും. ബിസിനസ് തുടങ്ങുന്നവർക്കും ബിസിനസ് എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ബിസിനസ് പ്രൊഫഷണൽസിന് അവരുടെ പ്ലാനും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്നതിനും പൊതുവെ അനുകൂല സമയമാണ്. വിദേശ വിപണനം ശക്തമായ നിലയിലായിരിക്കും. അതുപോലെ തന്നെ പുത്തൻ കരാറുകളിലൊക്കെ ഏർപ്പെടുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികളൊക്കെ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സ്ഥിതി നോക്കുമ്പോൾ രവിയും ബുധനും ഒക്കെ ഇഷ്ടസ്ഥാനത്താണ്. ബുധാദിത്യ യോഗം ഭാഗ്യസ്ഥാനത്ത്. 5-ാം ഭാവാധിപൻ കുജൻ. ആ കുജനാണെങ്കിൽ കേന്ദ്രസ്ഥാനത്താണ് 7-ൽ. പഠനത്തിൽ തിളക്കമാർന്ന വിജയം ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം. ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് രവിയും ബുധനൊക്കെ 9-ൽ നിൽക്കുന്നത് ഭാഗ്യനേട്ടങ്ങളുണ്ടാകും. അവരുടെ ടാലൻ്റൊക്കെ ഉയരും, അവരുടെ അറിവൊക്കെ കൂടും. പ്രത്യേകിച്ച് ഈ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിലിന് വേണ്ടിയുള്ള പരിശ്രമം ഈ സമയത്ത് കൂടും. അവർ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. ഉന്നത വിജയമൊക്കെ സാധ്യമാകും. പുതിയ കോഴ്സിലൊക്കെ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അഡ്മിഷനൊക്കെ ലഭിക്കുന്നതിന് അനുകൂല സമയമാണ്. അതുപോലെ സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിദേശത്ത് ഉന്നത പഠനം, ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി വളരെ അനുകൂലമാണ്. സർക്കാർ ആനുകൂല്യം പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്ന് പാരിതോഷികങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി 3-ലാണ്, വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 11-ാം ഭാവാധിപൻ ശുക്രനാണ്. 17 വരെ ആ ശുക്രൻ കർമ്മസ്ഥാനത്ത് നീചരാശിയിലാണ്. ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗമുണ്ട്. അതുപോലെ ധനകാരകൻ ഗുരുവാണ്. ആ ഗുരു ആണെങ്കിൽ 6-ലാണ്. അപ്പോൾ പൊതുവെ വരവിനേക്കാളും ചെലവ് കൂടുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ 12-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്, ശനിയുടെ ദൃഷ്ടി 12-ലുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനച്ചെലവ് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും.
പ്രത്യേകിച്ച് ആദ്യത്തെ 2 വാരം. അതുപോലെ 18 മുതൽ ശുക്രന് നീചാവസ്ഥയൊക്കെ മാറുന്നുണ്ട്. 11ാം ഭാവാധിപതി സ്വക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ 18 മുതൽ ധനാഗമമൊക്കെ കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ 6ലെ ഗുരു 2ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് 2ലെ ഗുരുവിൻ്റെ ദൃഷ്ടി വഴിതെളിക്കും. അതുവഴി വായ്പാ പണമൊക്കെ കിട്ടുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചില ആഗ്രഹങ്ങളെങ്കിലും ഈ 18 ശേഷം സാധിക്കും എന്ന് തന്നെ പറയാം. പൊതുവെ വരുമാനത്തെ അപേക്ഷിച്ച് ചെലവ് കൂടുന്ന ഗ്രഹസ്ഥിതി ആയതുകൊണ്ട് നമ്മൾ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും നോക്കാം. ഇപ്പോൾ ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. പഠനവും തൊഴിലും അതുപോലെ തന്നെ ഒക്കെ ഉള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും. വിവാഹ നിശ്ചയത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ 7 കുജൻ നിൽക്കുന്നുവെങ്കിലും 5ാം ഭാവാധിപനാണ് ആ കുജൻ. അതൊരു നേട്ടമാണ്. കമിതാക്കൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. 5ാം ഭാവാധിപൻ കുജൻ 7 നിൽക്കുന്നു. കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചിലർക്ക് പ്രണയബന്ധം അവരുടെ ചെറിയ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാകുമെങ്കിലും അത് ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിന് സാധ്യത കാണുന്നു. 7ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിനൊക്കെ ഭാഗ്യവതിയായിട്ടുള്ളൊരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. ഇനി ദാമ്പത്യ ബന്ധത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ജീവിത പങ്കാളി വഴി ഭാഗ്യാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് തൊഴിലില്ല, തൊഴിൽ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ തൊഴിൽ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലുള്ള ജീവിത പങ്കാളിയാണെങ്കിൽ ആ ജീവിത പങ്കാളിക്ക് തൊഴിലിൽ നേട്ടം, സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. 7ാം ഭാവാധിപന് രവിയുമായിട്ടൊക്കെ ഒരു യോഗം വരുന്ന സമയവും കൂടെയാണ്. അതായത് ബുധനും സൂര്യനുമായിട്ടുള്ള യോഗം. അപ്പോൾ 7ാം ഭാവാധിപനും സൂര്യനുമായിട്ടുള്ള ഒരു യോഗം വരുമ്പോൾ അതുപോലെ വരികയും 7 ഈ കുജൻ്റെ സ്ഥിതിയൊക്കെ വരികയും ശുക്രന് ആദ്യത്തെ 2 വാരമൊക്കെ ഒരു നീചസ്ഥിതിയൊക്കെ വരികയും ശുക്രന് കേതുവുമായിട്ട് യോഗം വരികയും ഒക്കെ ചെയ്യുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ഒരു ടെൻഷൻ, തർക്കങ്ങൾ, ഈഗോ ഇഷ്യൂസ്, ഒരു സുഖക്കുറവ് ഇവയ്ക്കൊക്കെ സാധ്യത ഉണ്ട്. അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പിന്നെ നമ്മൾ കുടുംബജീവിതത്തിലോട്ടൊക്കെ ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി 3 വക്രത്തിൽ, 2ലാണെങ്കിലും 2ലും ജന്മരാശിയിലും കുജൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ 2ാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. 4ലാണെങ്കിൽ രാഹുവാണ്. 4ാം ഭാവാധിപനാണെങ്കിൽ 6ലാണ്. 16 മുതൽ രവിയുടെ ദൃഷ്ടിയൊക്കെ ആ 4ൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി വെച്ചൊക്കെ നോക്കുമ്പോൾ കുടുംബത്തിൽ അല്പം ടെൻഷൻ, തർക്കങ്ങൾ, സമാധാനമില്ലായ്മ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിവതും സംസാരത്തിൽ ശ്രദ്ധിക്കണം. 2ൽ ആ കുജൻ്റെ ദൃഷ്ടി. അതുപോലെ തന്നെ പ്രകോപനപരമായിട്ട് കഴിവതും റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് കഴിവതും മുതിർന്നവരുടെയൊക്കെ ഉപദേശം ഈ സമയത്ത് ഗുണം ചെയ്യും. അത് 2ലൊക്കെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ അവ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ സെപ്റ്റംബർ 10, 11, 22, 23, 27, 28 ഈ ദിവസങ്ങൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ, ഇപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു കോഴ്സിന് ചേരുന്നതോ അല്ലെങ്കിൽ പുതിയ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനോ ഒക്കെ ഈ ദിവസങ്ങൾ അനുകൂലമല്ല, ഒഴിവാക്കണം. അതുപോലെ നമ്മൾ
പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, ധനുക്കൂറുകാരും ധനുലഗ്നക്കാരും ഒന്നാണോ എന്നുള്ളതാണ്. ധനുക്കൂറുകാർക്ക് എല്ലാവർക്കും ധനുലഗ്നം വരണമെന്നില്ല. കാരണം ഈ 12 രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നം വരാം. ഇപ്പം ചിലർക്ക് ധനുലഗ്നം തന്നെ വരാം. ധനുക്കൂറുകാരും ധനുലഗ്നക്കാരും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ അത് ഇപ്പോൾ നടക്കുന്ന ദിശയുടെയോ അപകാരത്തിൻ്റെയോ ഇഷ്ടാനിഷ്ട സ്ഥിതികളുടെ വ്യത്യാസത്തിനനുസരിച്ചുണ്ടാകുന്ന ഒരു പൊതുഫല വ്യത്യാസമായിരിക്കും അനുഭവപ്പെടുന്നത്. അതേസമയം ഈ കൂറില നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൂറിൻ്റെ ഫലത്തെക്കാളും വളരെ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നഫലം കൂടെ കേൾക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.